ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രാവിലെ മോർണിംഗിൽ ചെറിയൊരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി അതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ മുറ്റമടിക്കാനായിട്ട് ഇറങ്ങി 7:30 ആയിട്ടുണ്ട്. മോൾക്കിന്ന് സ്കൂളിൽ പോകേണ്ട ഒരു ദിവസമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. മുറ്റമടിയൊക്കെ കഴിഞ്ഞു വന്നപ്പം കിച്ചണിലേക്ക് പോയപ്പോൾ തേങ്ങ തീർന്നിരുന്നു. അപ്പോൾ ഒരു തേങ്ങ പൊതിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് കേട്ടോ. എനിക്ക് പാരയ്ക്ക് എല്ലാ തേങ്ങയും പൊതിക്കാൻ വശമില്ല, ചിലതൊക്കെ പെട്ടെന്ന് തേങ്ങ പൊതിച്ച് മാറ്റും. അപ്പോൾ ഇന്നെടുത്ത തേങ്ങ ഇത്തിരി പാടുള്ളതായിരുന്നു കേട്ടോ പൊതിക്കാൻ. അങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മോള് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അവളത് എഴുന്നേറ്റ് അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ അവളെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി. അപ്പം പുട്ടും ഏത്തപ്പഴമാണ് കേട്ടോ. ഞാൻ ഏത്തപ്പഴം അവൾക്ക് പുഴുങ്ങിയേ കൊടുക്കാറുള്ളൂ. അങ്ങനെ പുട്ടായതുകൊണ്ട് കുറച്ച് പാടാണ് കഴിക്കാൻ, അതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ വാരി കൊടുത്തത്. അല്ലെങ്കിൽ ഒരുപാട് സമയം അതും കൊണ്ട് അവിടെ ഇരിക്കും. അങ്ങനെ പുട്ടൊക്കെ വാരി കൊടുത്തു. പിന്നെ ഇനിയിപ്പോൾ സ്കൂളിൽ പോകാനുള്ള ലഞ്ച് ഉള്ള കാര്യങ്ങളാണ്. ഉച്ചയ്ക്ക് ചോറാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ചോറിന് കറികളായിട്ട് ചട്നിയുണ്ട്, ഡ്രൈ ചട്നി. അത് ഞാനൊരു ഭാഗത്തേക്ക് വയ്ക്കുകയാണ്. പിന്നെ മീൻ വറുത്തതുണ്ട്. മീൻ കറി വെച്ചാൽ കഴിക്കാൻ പാടാണ്, അതുകൊണ്ട് വറുത്താണ് കൊടുക്കുന്നത്. എന്നാൽ എല്ലാ മീനും കഴിക്കത്തുമില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തോരൻ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലഞ്ച് ബോക്സിൽ മോൾക്ക് ഇതൊക്കെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത് ഇന്ന്. അങ്ങനെ ലഞ്ച് ബോക്സ് പിന്നെ എന്നും ഒഴിക്കാൻ വേണ്ടിയിട്ട് പുളിശ്ശേരി ഉണ്ടാവും, അത് മോൾക്ക് അതിൻ്റെ കൂടെ കൊടുത്തു വിടുകയാണ്. അങ്ങനെ പുളിശ്ശേരിയൊക്കെ ആക്കി ബാഗിലെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു വിടുകയാണ് കേട്ടോ. അങ്ങനെ മോൾ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി സ്കൂളിലേക്ക് പോകാനായിട്ട്. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. അച്ഛമ്മ റോസാപ്പൂവൊക്കെ ഉള്ള ദിവസം മോൾക്ക് തലയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇവിടെ പിച്ചിക്കൊണ്ട് വയ്ക്കും. അപ്പോൾ അതൊക്കെ മോളുടെ തലയിലൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ്. അച്ചാച്ചനാണ് കേട്ടോ സ്കൂൾ വണ്ടി കയറ്റി വിടുന്നത്. എന്നും അച്ചാച്ചൻ രാവിലെ സ്കൂൾ വണ്ടി കയറ്റി വിടും, വൈകിട്ട് അച്ചാച്ചൻ തന്നെയാണ് സ്കൂൾ വണ്ടി വരുമ്പോൾ വിളിച്ചുകൊണ്ട് വരുന്നത്. ഇനി അതെല്ലാം കഴിഞ്ഞ് ഞാനിനി അങ്ങോട്ട് ക്ലീനിങ്ങിലോട്ട് പോവാണ്. മോളെ വിട്ടിട്ടാണ് പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് തൂത്തെല്ലാം വൃത്തിയാക്കാമെന്ന് കരുതി വന്നാണ്. ഈ വൈറ്റ് ടൈൽ വിരിച്ചതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എപ്പോഴും പൊടി ഒരു മുടി കിടന്നാൽ പോലും പെട്ടെന്ന് അത് എടുത്തറിയും. അപ്പോൾ അതെപ്പോഴും ക്ലീൻ ആക്കിയിടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. എപ്പോഴും തൂത്ത് തന്നെ നിൽക്കേണ്ടി വരും. അങ്ങനെ ലിവിങ് ഏരിയയും മറ്റൊക്കെ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി. ഇനി ബെഡ്റൂമിലോട്ടാണ് കേട്ടോ ഷീറ്റൊക്കെ വിരിച്ചിടാനുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോകാം. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് തൂത്ത് വാരണം. തൂത്ത് വാരി കഴിഞ്ഞിട്ട് പിന്നെ തുടച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് തൂത്ത് വാരാം. അങ്ങനെ ഫ്ലോറെല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി ഡൈനിങ് ടേബിൾ കൂടി തുടച്ച് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ഡൈനിങ് ടേബിളും കൂടി വൃത്തിയാക്കിയിട്ട് വരാം. ഡൈനിങ് ടേബിളും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഇതോടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. ഇതൊക്കെയാണ്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.